അടുപ്പിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയതോടെ ശബരിമലയിൽ സുഗമമായി ദർശനം നടത്തി ഭക്തർ. സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടെയാണ് ഭക്തരുടെ എണ്ണത്തിലും ഈ കുറവുണ്ടായത്. ഇന്നു മുതൽ 75,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി ഉണ്ടാവുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇതറിയാതെ സ്പോട്ട് ബുക്കിംഗിനായി എത്തുന്ന ഭക്തർ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രതയിലാണ് പോലീസ്. സരീഷ് പി കെ വിവരങ്ങളുമായി സന്നിധാനത്തും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളൊക്കെ? സേതു, ഗുഡ് മോർണിംഗ്. പുലർച്ചെ വലിയ തിരക്ക് ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അല്പം ഒരു തിരക്ക് കഴിഞ്ഞ ദിവസത്തെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ചെറിയൊരു തിരക്ക് ഇപ്പോൾ നമുക്ക് കാണാം. ഇത് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന സ്ഥലമാണ്, അതായത് സോപാനത്തിന് മുന്നിലേക്ക് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെ നമുക്കൊരു ചെറിയ തിരക്ക് കാണാം. പക്ഷേ അത് ഒരിക്കലും ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള തിരക്കില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടപോലൊരു തിരക്കല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് സമാധാനപരമാണ്. ഇതിൽ കാരണം വെച്ചാൽ രണ്ട് തരത്തിലുള്ള, അതായത് ഇന്നലെ രാത്രി ഈ ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷവും ആളുകളെ കയറ്റി വിട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർ വീണ്ടും ഈ സിവിൽ ദർശനിലൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഒപ്പം തന്നെ ഇന്ന് 18-ാം പടി കയറി വരുന്നവരും ചേർന്നുള്ളൊരു തിരക്ക് മാത്രമാണ്. നമ്മളോടിപ്പം ചേട്ടാ ആറ്റിങ്ങൽ തിരക്കുണ്ടായിരുന്നോ? എന്താ അവസ്ഥ? അല്ല, ഇന്ന് വലിയ തിരക്കില്ല. എത്ര മണിക്ക് പമ്പേന്ന് കയറി? നമ്മൾ പമ്പേന്ന് ഒരു 2:30-3 മണിക്കകത്ത് കയറിയായിരുന്നു. ഇന്ന് വളരെ നല്ല ഒരു തിരക്കില്ലാതെ വളരെ നല്ല രീതിയിൽ ഇങ്ങ് വരാൻ പറ്റി. 5:30-6 മണിയായപ്പോൾ തിരിച്ചിവിടെ താഴെ എത്തിയായിരുന്നു. ഇവിടെ താഴെ നടപ്പന്തലിലും ഇവിടെ ഫ്ലൈ ഓവറിൽ മാത്രമേ ക്യൂ ഉള്ളൂ? ഇല്ല, നടപ്പന്തലിലും വലിയ ക്യൂ ആയിട്ടില്ലായിരുന്നു. പിന്നെ ഫ്ലൈ ഓവറുള്ള ഈ ഒരു ക്യൂ മാത്രമേ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായി? ഇല്ല, ഫുഡും കാര്യങ്ങളും എല്ലാം കറക്റ്റായി കിട്ടുന്നുണ്ട്. അമ്മ എങ്ങനെയാ? എവിടുന്നാ? ഞങ്ങൾ കുടവൂർന്ന്. എന്താ അവസ്ഥ? എന്താ പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സുഖമായ ദർശനമാണ്. സുഖം. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മൾ ഈ തിരക്ക് എന്ന് പറയുമ്പോൾ പോലും ഒരു തരത്തിലും അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. പമ്പയിൽ നിന്നും നേരെ മരക്കൂട്ടത്തേക്ക് എത്തുന്നു, അവിടെ നിന്നും ബാച്ചുകളായി നടപ്പന്തലിലേക്ക് എത്തുന്നു. അവിടെ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ ക്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം 18-ാം പടി കയറുന്നു. 18-ാം പടിക്ക് ശേഷം ഫ്ലൈ ഓവറിലും ചെറിയൊരു കാത്തിരിപ്പ്. അത് വലിയ കാത്തിരിപ്പല്ല, നീണ്ട ഒരു മണിക്കൂറൊന്നും തന്നെ നിൽക്കേണ്ടി വരുന്നില്ല. നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞത് 3 മണിക്കൊക്കെ പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് കയറി സ്വാഭാവികമായും 6:30-ക്കുള്ളിൽ തന്നെ അവർ സോപാനത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അവർക്ക് ദർശനം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു തിരക്ക് എന്ന് പറയാനാകില്ലെങ്കിൽ പോലും ഒരു ക്യൂ ഉണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. എന്തായാലും ഇന്ന് മുതൽ കർശനമായി 75,000 പേർക്ക്, ഇന്നലെ അല്പം കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. കാരണം ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു എന്നറിയാതെ എത്തിയ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ തിരിച്ചയക്കുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇന്നലെ ദർശനം നടത്താൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ കർശനമാക്കുകയാണ്. കാരണം കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്നലെയോ ഇന്നോ ഉള്ള ആവശ്യമായ കണക്കുകൾ ആവശ്യപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച വരെ. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ സുഗമമായ ദർശനമാണ് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.